നമസ്കാരം. പിണറായി വിജയൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ ഈ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. എന്താണ് കാര്യമെന്നല്ലേ? കോൺഗ്രസിൻ്റെ ശത്രുപക്ഷത്ത് എന്നും കോൺഗ്രസ്സുകാർ മാത്രമാണുള്ളത്. അപ്പോൾ പിന്നെ എ ഗ്രൂപ്പിൻ്റെ ഐശ്വര്യവും KC ഗ്രൂപ്പിൻ്റെ ഐശ്വര്യവും ഒക്കെ അനുഭവിക്കാൻ യോഗം ഇടതിന് തന്നെയാണ്. കൈക്ഷണം നന്നാകാത്തതിന് പേനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സാരം. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്. മിത്രഭാവത്തോട് അരികമരുവിന് ശത്രുക്കളാകുന്നവന് മൃത്യു വരുത്തും അവരെന്ന് നിർണയം. സാക്ഷാൽ രാവണന് സ്വന്തം അനുജൻ ഇത് ഉപദേശിച്ചു കൊടുത്തു. കലികാലത്തിലെ കോൺഗ്രസ്സുകാരെ കൂടി കൺമുന്നിൽ കണ്ടുകൊണ്ടാകാം ഈ ഉപദേശം. രണ്ട് രീതിയിലാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്. ആദ്യത്തെ തെറ്റിദ്ധാരണ മൂലമുണ്ടായിരിക്കുന്ന അബദ്ധം തന്നെയാണ്. അതായത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് എന്ന തെറ്റായ കോൺഗ്രസ്സുകാരുടെ ധാരണ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉപയോഗിക്കുന്നത് രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെയാണ്. കുട്ടി നേതാക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്ഡേഷൻ ഇല്ല, പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആരുമില്ല, പഠന ക്ലാസ് ഇല്ല. എവിടെയെങ്കിലും ക്യാമ്പ് വച്ചാൽ രണ്ടാമത്തെ പീരീഡിൽ അടി തുടങ്ങും. അവസാനത്തെ പീരീഡ് ആശുപത്രി കിടക്കലുമായിരിക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇനി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കോൺഗ്രസിലെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളുടെ പേരിലും അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും പരാതികൾ തുരുതുരെ വരുന്നത് കോൺഗ്രസ്സുകാർ തന്നെ മുൻകൈ എടുത്തിട്ടുള്ളതാണെന്നോ? ഇത് രസമല്ലേ? ഒരു സുപ്രഭാതത്തിൽ കോഴിക്കോട് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വലതുകാൽ വെച്ച് കയറി വന്ന സിനിമാക്കാരനായ VM ബിനുവിനെ വാഴിക്കണോ വീഴിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇതാ വിനുവും വോട്ട് ചോരി എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. വർഷങ്ങളായി കോഴിക്കോട് നഗരപിതാവാകാൻ വേണ്ടി ഉപാസന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ കൂടുതൽ മേയർ സ്ഥാനാർത്ഥി മോഹികൾ ഉള്ളപ്പോഴാണ് പുറത്തു നിന്നും രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സിനിമാക്കാരനെ കെട്ടിയെന്ന് വിളിച്ച് കൊണ്ടുവരുന്നത്. സഹിക്കുമോ കോൺഗ്രസ്സുകാരൻ? ഇല്ല. വൈദ്യനില്ലാത്തത് അങ്ങാടിപ്പെട്ടിക്കെന്നാണല്ലോ പഴഞ്ചൊല്ലി പറയുന്നത്. തനിക്കാകാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് എതിർഭാഗം കൊണ്ടുപൊയ്ക്കോട്ടെ എന്നാണ് ഓരോ സാധാരണ കോൺഗ്രസ്സുകാരൻ്റെയും പൊളിറ്റിക്സ്. എന്തിനാ അമ്മാവ എന്നെ തല്ലുന്നത്, ഞാൻ നന്നാകില്ല എന്ന് ഓരോ കോൺഗ്രസ്സുകാരനും ഓരോ നിമിഷവും പ്രതിജ്ഞ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഉദാഹരണം, കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ മത്സരിക്കാൻ പഴയൊരു കോൺഗ്രസ്സുകാരനായ ഒരു രാധാകൃഷ്ണൻ തീരുമാനിച്ചു. ജനിച്ച കാലം മുതൽ കോൺഗ്രസ്സുകാരനായി ജീവിക്കുന്ന രാധാകൃഷ്ണന് 2020 തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചിരുന്നു, നൽകിയില്ല. ഇപ്രാവശ്യം രാധാകൃഷ്ണനോ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ സീറ്റ് കിട്ടുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പാക്കിയിരുന്നു. ഭാര്യയ്ക്ക് ഉദ്ദേശിച്ച സീറ്റിൽ മുമ്പ് അവിടെ കൗൺസിലറായിരുന്ന വനിതയെ തന്നെ നിർത്താൻ പാർട്ടി തീരുമാനിച്ചു. ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള വാർഡിൽ അവരുടെ ഒരു പ്രതിനിധി മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചതിൽ ഒരു തെറ്റുമില്ല. ഒടുവിൽ രാധാകൃഷ്ണൻ്റെ ഊഴമായി. കീഴ്ഘടകങ്ങളിൽ നിന്നും ദിവസങ്ങളോളം പണിയെടുത്ത് പേര് ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുവരെത്തിച്ചു. ജില്ലാ കമ്മിറ്റി രാധാകൃഷ്ണൻ്റെ പേര് പ്രഖ്യാപിക്കാനിരിക്കുമ്പോഴാണ് രാധാകൃഷ്ണൻ്റെയും ഭാര്യയുടെയും പേര് പരാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റി എന്നറിയുന്നത്. ഇനി അത് പുനഃസ്ഥാപിച്ച് മത്സരിക്കാൻ നിയമപരമായി നോ ടൈം. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണനും കളത്തിൽ നിന്ന് പാവം പുറത്തായി. എതിർചേരിയിലുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത് അയാൾ ഇപ്പോൾ KC വേണുഗോപാൽ ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണനെ വച്ച് വാഴിക്കാൻ കൊള്ളില്ല എന്നാണ്. എങ്ങനെയുണ്ട് സ്നേഹമല്ലേ? അന്വേഷണത്തിൽ രാധാകൃഷ്ണൻ്റെയും ഭാര്യയുടെയും പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റാൻ മുൻകൈ എടുത്തത് അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. ഇതാണ്ടാ കോൺഗ്രസ്. കോൺഗ്രസ്സുകാരൻ്റെ ശത്രു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി ജീവിതം തീരെഴുതി വെച്ച എത്ര കോൺഗ്രസ്സുകാരാണിന്ന് കണ്ണും കാലും നട്ടിരിക്കുന്നത് സീറ്റ് കിട്ടാനായിട്ട്. തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി തിരുവനന്തപുരത്തെ വൈഷ്ണവിയുടെ കാര്യത്തിലും മറ്റൊന്നുമല്ല സംഭവിക്കുന്നത്. പരാതി നൽകിയത് ഒരു CPM-കാരൻ തന്നെയാണ്, അത് വസ്തുതയാണ്. എങ്കിലും ആ പരാതിക്കാരനെ ഈ ഒരു അപാകത, വൈഷ്ണവിയുടെ അപാകത ചൂണ്ടിക്കാട്ടിക്കൊടുത്തത് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത് ഇത് തന്നെയാണ്. കോൺഗ്രസിലെ കട്ടപ്പന്മാരാണ് കോൺഗ്രസിന് പാരയായി ഇപ്പോൾ നടക്കുന്നത്. അവർക്ക് നേരിട്ട് പരാതി നൽകാൻ സാധ്യമല്ലാത്തത് കൊണ്ട്, നടപടി നേടാൻ വയ്യാത്തത് കൊണ്ട് CPM-ലുള്ള സുഹൃത്തുക്കളെ ഉപയോഗിച്ചാണ് സാധാരണ ഇത്തരം ദുർപരിപാടികൾ നടത്താറുള്ളത്. CPM-കാർക്ക് സന്തോഷമാണ് എതിരാളിയെ ഒതുക്കാൻ കാണാതെ കിടക്കുന്ന ഒരു അവസരം കിട്ടുന്നത് അവർ കൃത്യമായി ഉപയോഗിക്കും. അതിനാണ് അവരെ ഓരോ സ്ഥാനങ്ങളിൽ തിരഞ്ഞെടുത്ത് ഇരുത്തിയിരിക്കുന്നത്. അതാണ് അവരുടെ പാർട്ടി സെറ്റപ്പ്, കേഡർ സ്വഭാവം. അതുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ,
പിണറായി വിജയൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ ഈ പ്രവൃത്തി തന്നെയാണ്.